എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കമല ഓരോ കാര്യങ്ങൾ ശിവശങ്കരനോട് പറയുന്നുണ്ട്. പറയുന്നതെല്ലാം നേരെ ഓപ്പോസിറ്റ് ആകുന്നേ ഉള്ളൂ. അന്നേരം എങ്ങനെയെങ്കിലും ഹരി ഇറക്കണം, നമ്മുടെ കൊച്ചല്ലേ, അവനാകെ വിഷമിച്ച് അവിടെ ഇരിക്കുമായിരിക്കും, ഒരനാഥനെ പോലെ പോയി എന്ന് കാണുവാണെങ്കിൽ അവൻ അത്രയും ആശ്വാസം ആകിയേലേ എന്നൊക്കെ പറയുമ്പം ഇടി എങ്ങനെയാടി പുറത്തിറങ്ങിയ ആൾക്കാരെ ഒന്നും കാണുന്നത്, ആകെ പ്രശ്നം ആകിയേലേ എന്നൊക്കെ ഇങ്ങനെ വിഷമത്തോടെ പറയുന്നുണ്ട്. അന്നേരം സമ്മതിക്കുന്നില്ല കേട്ടോ കമല, നിങ്ങളിപ്പോൾ തന്നെ പോകണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അന്നേരം ശിവശങ്കരൻ ചോദിക്കും, ഞാൻ ഇപ്പം തന്നെ പോകണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, പോകണം, നമ്മുടെ കൊച്ച, അവൻ അവിടെ വിഷമിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പം ഇതൊക്കെ ഒപ്പിച്ച് വെച്ചത് അവൻ ഒറ്റയൊരുത്തൻ തന്നെയല്ലേ, നിൻ്റെ നോട്ടക്കുറവ് കൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത് എന്ന് ശിവശങ്കരൻ ചോദിക്കും. അന്നേരം കമല പറയുവാണ്, അത് അവൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല രോഹിത്, അവനെ കൂട്ടിക്കൊണ്ടുപോയി ചീത്തയാക്കിയത് എന്ന്. അന്നേരം ഇത് കേട്ടുകൊണ്ടാട്ടോ അങ്ങോട്ട് മനു വരുന്നേ. അന്നേരം മനുവിനോട് ശിവൻ ചോദിക്കുവാണ്, എടാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയാലോ പോലീസ് സ്റ്റേഷനിലേക്കെന്ന്. അന്നേരം മനു പറയുന്നുണ്ട്, ഞാനങ്ങും വരികയില്ല, എനിക്കങ്ങനെ വരേണ്ട കാര്യമില്ല, അവൻ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി, പോലീസുകാരെ വായി എന്നുള്ള ചീത്തയും കൂടെ കേൾക്കാം എന്നൊക്കെ പറയുമ്പം ശിവൻ ചോദിക്കും, എടാ നമുക്ക് അവനെ ഇറക്കണ്ടേ, ഒരു വക്കീലിനെങ്കിലും നമ്മൾ പോയി ഒന്ന് കാണണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം, വക്കീലിനെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല അച്ഛാ, ഈ അമ്മ പറയുന്നത് കേട്ടുകൊണ്ട് അച്ഛൻ വെറുതെ പൊട്ടം കളിക്കരുത്, ഇന്നത്തെ പത്രം അച്ഛൻ കണ്ടായിരുന്നു, ആ പത്രം ഞാൻ കാണിച്ചു തരാം, എന്നിട്ട് അച്ഛൻ എന്നോട് സംസാരിക്കേ, അന്നേരം അച്ഛന് മനസ്സിലാകും ഞാൻ പറയുന്നതാണോ അമ്മ പറയുന്നതാണോ ശരിയെന്ന് മനസ്സിലാകും എന്ന് പറയുമ്പം കമല പറയുക, പിന്നെ പത്രക്കാരെല്ലാം നല്ലതാണോ അടിച്ചു വെച്ചേക്കുന്നത്, പകുതി നുണയായിരിക്കും പത്രത്തിൽ വരുന്നത്, അതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന്. അന്നേരം ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മനുവിന്. മനു ആ പത്രം കൊണ്ട് ശിവൻ്റെ കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. അന്നേരം ആ പത്രം എടുത്ത് നോക്കാൻ തുടങ്ങുന്ന ശിവനോട് കമല പറയുന്നുണ്ട്, അത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന്. എന്നിട്ട് ശിവൻ ദേഷ്യപ്പെട്ട് നീ മിണ്ടരുത് എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പത്രം തുറന്നു കഴിയുമ്പോൾ ഈ 3-4 ട്രൗസർ ഇട്ട് നിൽക്കുന്ന ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അടിയിലേക്കുള്ള ന്യൂസ് കൂടെ ഇങ്ങനെ വായിച്ചിട്ട് കമലയെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്, ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് ശിവൻ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രനെയാണ്. ബാലേന്ദ്രന് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് ആകെ വിഷമിച്ചിങ്ങനെ കിടക്കുമ്പോഴാണ് റൂമിലേക്ക് അലീനയും ഗോവർദ്ധനോട് വരുന്നത്. അന്നേരം നേഴ്സ് പറയുന്നുണ്ട്, രണ്ടുപേരോട് ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ആരെങ്കിലും ഒരാളെ നിൽക്കാവുള്ളൂ എന്ന്. അന്നേരം ഗോവർദ്ധൻ പറയും, ഞാൻ പോയിട്ട് വരാമെങ്കിൽ എന്ന്. ഗോവർദ്ധൻ അങ്ങ് പോയി കഴിയുമ്പം അലീനയുടെ കയ്യിലേക്ക് നോക്കിയിട്ട് ബാലൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ കൊണ്ടുപോകുന്നില്ലേ എന്ന്. എന്നിട്ട് ഇല്ലയെന്ന് പറയുമ്പം, നീ എന്നത് കാണിക്കുന്നത്, എനിക്ക് ഫോൺ കൊണ്ട് തരികയില്ല, പുറത്തുള്ളൊരു കാര്യം എന്നോട് പറയരുത് എന്ന് നീ ഗോവർദ്ധനോട് പറഞ്ഞു, അങ്ങനെയൊക്കെ നീ എന്തിനാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം, അങ്ങനെ പറഞ്ഞൊന്നുമില്ല, അച്ഛന് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറയരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. അന്നേരം ബാലൻ ചോദിക്കും, അങ്ങനെ എന്നോട് പറയാതിരുന്നിട്ട് കാര്യമുണ്ടോ, കുറേയൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ബുദ്ധി എനിക്കില്ലേ, ഇവിടെ കിടന്നിട്ട് എന്ത് കാണിക്കാനാണ്, എനിക്ക് പുറത്തോട്ടൊന്ന് ഇറങ്ങിയാൽ മതി, പുറത്തുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം അലീനെ കുറേ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ പുറത്തിറങ്ങിയിട്ടും കാര്യമൊന്നുമില്ല, അച്ഛനും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇവിടെ, അങ്ങനെ ഒരു കേസായി പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം ബാലൻ ആകെ വിഷമിച്ച് പറയുവാണേ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്, ഞാനിവിടെ ഒറ്റയ്ക്കായി പോകുന്ന പോലെ തോന്നുവാണ് എന്ന്. അന്നേരം അലീന പറയും, അച്ഛൻ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ടെൻഷൻ അടിക്കാതെ ഇവിടെ കിടന്നാൽ മതി, അച്ഛന് ഞാനില്ലേ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും, അവരെ കണ്ടായിരുന്നോ, പോലീസ് സ്റ്റേഷനിൽ വെച്ച് അവരെ കണ്ടായിരുന്നോ, അവൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട്, ഞാൻ കണ്ടായിരുന്നു, പിന്നെ ബാക്കി 3 പേരൂടെ കൂട്ടുണ്ടല്ലോ, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അങ്ങനെയല്ല മറ്റേ സൈഡിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥ, അവൾ തനിച്ചേ ഉള്ളൂ, അവളുടെ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയ അച്ഛൻ, എന്നെപ്പോലെ തന്നെയാണ് അവളും, അന്ന് എനിക്കൊരു കത്രിക കിട്ടിയത് കൊണ്ട് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, തലനാരിഴയ്ക്കാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്, പക്ഷേ ആ പെൺകുട്ടിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല, അല്ലെങ്കിൽ അവൾക്ക് അന്നേരം അങ്ങനെ ഒരു ബുദ്ധി ഉദിച്ചില്ല, അതുകൊണ്ടാണ് അവൾ ഇന്ന് ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്, ശരിക്കും ഞാൻ തന്നെയാണ് അവൾ. അച്ഛനും ഒന്ന് ചിന്തിച്ച് നോക്കി, അച്ഛൻ്റെ മകളായിട്ട് അച്ഛനത് സഹിക്കാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ അച്ഛന് കുറച്ച് ആശ്വാസം കിട്ടും, മനസ്സമാധാനം കിട്ടും, അതിനു വേണ്ടിയാട്ടോ ഞാൻ പറഞ്ഞത്, അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ലാട്ടോ എന്നും പറയട്ടെ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ അന്നേരം ബാലനിങ്ങനെ ഓരോന്നിങ്ങനെ ചിന്തിച്ച് കിടക്കുവാണ്. അന്നേരം അലീന പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, എനിക്ക് അവളെ ഒന്ന് പോയി കാണണമെന്നുണ്ട്, എന്നെപ്പോലെ തന്നെയല്ലേ അവളും, അതുകൊണ്ട് എനിക്ക് അവളെ ഒന്ന് പോയി കാണണം, അച്ഛനും അവളോട് ശത്രുതയൊന്നും തോന്നരുത്, അവളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചാൽ അച്ഛൻ അങ്ങനെയൊന്നും തോന്നത്തില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് ബാലേന്ദ്രനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അലീന. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൊച്ചച്ഛനെയാണ്. ശിവൻ ഇവിടുന്ന് വിളിക്കുന്നുണ്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ. അതുപോലെ അവിടുന്ന് ഫ്ലൈറ്റ് കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ല ഫ്ലൈറ്റ് കിട്ടിയില്ല, കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിക്കൂർ ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം എന്നൊക്കെ പറയും. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പം ശിവൻ പറയുന്നുണ്ട്, ഒരു രക്ഷയില്ല, അവനെ ജാമ്യത്തിലിറക്കാൻ ഞാൻ 2-3 വക്കീലന്മാരോട് സംസാരിച്ചു, അവരെല്ലാം പറയുന്നത് ജാമ്യം കിട്ടില്ല എന്ന് തന്നെയാണ് എന്ന് പറയും. അന്നേരം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ടില്ലേ അവനെ എന്ന്. അന്നേരം ഇല്ല, പോയി കണ്ടില്ല, പോയി കാണാൻ പറ്റുന്ന അവസ്ഥയൊന്നുമല്ല, മനുവിനെ വിളിച്ചിട്ട് അവൻ കൂടെ വന്നില്ല, അങ്ങോട്ട് ചെന്ന്
എന്നാലും അവനെ ഇറക്കിക്കൊണ്ട് വരാനോ കാണാനോ ഒന്നും സാധിക്കില്ല എന്നാ മനു പറയുന്നത് എന്ന് പറയുമ്പം ഇപ്പുറത്ത് നിന്ന് കമല പറയുക പിന്നെ മനു പറയുന്ന പോലെ എല്ലാം നടക്കുന്നത് എന്ന്. എന്നിട്ടും ദേഷ്യം വരുന്നുണ്ട് ശിവന്. നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൊച്ചച്ഛനോട് സംസാരിക്കുന്നു. അന്നേരം ഞാൻ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുന്നു. പിന്നെ ബാലേന്ദ്രൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഇല്ല, അവൻ ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയില്ല. പിന്നെ ഞാൻ അവനെ കാണാനൊന്നും പോയില്ല. ഒരളി എന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന പോലെ പറയാമെന്നല്ലാതെ വേറെ ഒന്നും അവനെ കൊണ്ട് സാധിക്കത്തില്ല. അതിനേക്കാൾ സ്വാധീനമുണ്ട് ഞാൻ നോക്കിയിട്ട് അലീനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അവൾ ആരോഗ്യം സ്വാധീനിച്ച് പുഷ്പം പോലെ ഇറങ്ങി വന്നു എന്ന് പറയുമ്പോൾ എന്നാൽ നമുക്ക് ആ വഴി ഒന്ന് നോക്കിയാലോ അവരെ ഇറക്കാൻ എന്നിങ്ങനെ പറയുക. അന്നേരം ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു, പക്ഷെ മനു സമ്മതിക്കുന്നില്ല എന്ന് ശിവൻ പറയുമ്പം ഒരു കാര്യം മനുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് ഞാൻ അവനോട് സംസാരിക്കാം എന്ന് പറയും. മനുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിയുമ്പം ചോദിക്കുന്നുണ്ട്, എടാ അലീനെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്? അവളെ ഉപയോഗിച്ച് അവളെ കൊണ്ട് പറയിപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സ്റ്റേഷൻ ജാമ്യമെങ്കിലും സംഘടിപ്പിച്ച് അവനെ അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അന്നേരം ദേഷ്യപ്പെട്ട് മനു ചോദിക്കുന്നുണ്ട്, കൊച്ചച്ഛൻ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ കേസ് എങ്ങനത്തെയാണെന്നാണ് ചിന്തിച്ചിട്ടാണ് ഈ ഓരോന്ന് പറയുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കുകയില്ല. അലീനയുടെ കാര്യത്തിൽ തന്നെ അവരിടപെട്ടത് അലീന യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്. പിന്നെ അലീന ഇറങ്ങിയത് എങ്ങനെയാണെന്ന് അവൾ അറിയുന്നത് പോലും രേവതിക്കുട്ടി പറഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടിയോ അതാരാന്ന് ചോദിക്കും. അന്നേരം മനു ദേഷ്യപ്പെട്ട് അതൊക്കെ ആരാണെന്ന് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഇപ്പോൾ ഏതായാലും ആ വഴിയൊന്നും നടക്കുകയില്ല, അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ടെന്ന് പറയും. എന്നാൽ നീ ഫോൺ ശിവേട്ടൻ്റെ കയ്യിൽ കൊടുക്കാൻ പറയും. അങ്ങനെ ശിവൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുവാണ്. പിന്നെയും കാണിക്കുന്നത് ബാലനെ തന്നെയാണ്. ബാലനെ അവിടെ കിടക്കുന്നതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ടെൻഷനാണ്. ഗോവർദ്ധൻ വന്നു കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, താൻ എവിടെയായിരുന്നു ഇത്രയും നേരമെന്ന്. അന്നേരം ഗോവർദ്ധൻ പറയും, ഏട്ടാ ഞാൻ മാത്രമല്ല എല്ലാ കാര്യത്തിനും ഓടാനുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി പോയതായിരുന്നു എന്ന് പറയും. അപ്പോൾ എന്തായ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കും, ജാമ്യമൊന്നും കിട്ടാൻ പോകുന്നില്ല, 4 പേരും സബ് ജയിലിലേക്ക് തന്നെ പോകുമെന്ന് പറയും. അത് കഴിയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ സമാധാനം കിട്ടിയല്ല, എനിക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല, ഒരു അനാഥനെ പോലെ എനിക്ക് തോന്നുവാണ്, എനിക്ക് അതുകൊണ്ട് ഇവിടുന്ന് പോകണം എന്ന് പറയുമ്പോൾ ഗോവർദ്ധൻ സമ്മതിക്കത്തില്ല. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണ് ഏട്ടൻ എന്ന് പറയുമ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല, ഇടയ്ക്ക് ഓരോ ഗുളിക തരുമെന്നല്ലാതെ വേറെ ഒന്നും അവർ ചെയ്യുന്നില്ല, എനിക്ക് ഇവിടെ കിടക്കുന്നതിനേക്കാൾ സമാധാനം കിട്ടുന്നത് വീട്ടിലായിരിക്കും, അതുകൊണ്ട് നീ ഡോക്ടറോട് സംസാരിക്കണം എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഇവിടെ ആയതുകൊണ്ടാണ് ആരും ഇങ്ങോട്ട് കയറി വരാത്തത്, വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പല സന്ദർശകരും വരും, അവരാരും നിങ്ങളെ ആശ്വസിപ്പിക്കാനായിരിക്കുകയല്ല വരുന്നത്, കുത്തി നോവിക്കുമെന്ന് പറയുമ്പം ആരും വീട്ടിലോട്ട് കയറി വരാതെ നോക്കിയാൽ പോരെ. ഞാൻ ഇവിടുത്തെ അവസ്ഥയും മറിച്ചൊന്നുമല്ല, ഓരോരുത്തർ വന്ന് എത്തി നോക്കുന്നു, ചിലർ കളിയാക്കി ചിരിച്ചുകൊണ്ട് പോകുന്നു, അതുപോലെ ഇവിടെയുള്ള നേഴ്സുമാർ പോലും നേരത്തെ പോലെ അല്ല എന്നെ നോക്കുന്നത്, ഇതൊന്നും സഹിച്ച് എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറയും. ഏതായാലും ഗോവർദ്ധൻ കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടറോടൊന്ന് സംസാരിച്ചിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗോവർദ്ധൻ പോകുന്നു. ആകെ ടെൻഷനിൽ കിടക്കുവാണ് ബാലേന്ദ്രൻ, കാരണം പുറത്തുള്ളതൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. കുറേയൊക്കെ അറിഞ്ഞാൽ തന്നെ പകുതി ടെൻഷനുള്ള കാര്യമാണെങ്കിൽ തന്നെ ഇത് ഇത്രയും എന്ന് പറഞ്ഞാൽ ഓരോന്നും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇതൊന്നും അറിയാതെ കിടക്കുന്നതുകൊണ്ട് ടെൻഷൻ കൂടി വരിക ബാലേന്ദ്രന്. പിന്നീട് കാണിക്കുന്നത് തെളിവെടുപ്പിനായിട്ട് 4 എണ്ണത്തിനെയും രോഹിത്തിനെയും ഹരിയും മറ്റവന്മാരെ 2 പേരെയും കൂടി ആ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവർ ചെല്ലുന്നത് അറിഞ്ഞിട്ട് കുറേ ആൾക്കാരൊക്കെ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവർ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നത് അവർ ഭയങ്കരമായിട്ട് പുറത്ത് നിന്നമാർ ചീത്ത വിളിക്കുന്നൊക്കെ ഉണ്ട്. ഇത് കേൾക്കുമ്പം ആകെ വിഷമമാകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും സങ്കടപ്പെട്ട് കുറ്റബോധത്തോടെ ഉള്ള ഒരു നോട്ടവും സങ്കടവും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് രോഹിത്ത് മാത്രമാണ്. ഏതായാലും അവന്മാരെ 4 എണ്ണത്തിനെ ഇറക്കി നിർത്തിയിട്ട് ഹരിയോട് ചോദിക്കുന്നുണ്ട് ഓരോ ചോദ്യങ്ങൾ. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നത്, ആദ്യം വന്നത് ആരാണ്, മറ്റുള്ളവരെങ്ങനെയാണ് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹരി അതെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഹരിയോട് പോലീസുകാരൻ എടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഇതിനു മുമ്പ് അവളെ ഇതുപോലെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും റിസോർട്ടിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം ഇല്ല പോയിട്ടില്ല എന്ന് പറയും. അന്നേരം പോലീസുകാരൻ പറയുന്നുണ്ട്, ഞാൻ ഇതെല്ലാം കഴിഞ്ഞ് അവളുടെ മൊഴി എടുക്കാൻ പോകും, അന്നേരം അവൾ തത്ത പറയുന്ന പോലെ എല്ലാം പറയും, പിന്നെ നിന്നെ ഞാൻ ഒന്നുകൂടെ വന്ന് കാണും എന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും അവളോട് പലതും ആവശ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവൾ സമ്മതിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അപ്പം നീ ഇതിനു മുമ്പും അവളെ കുരുക്കിലാക്കാൻ നോക്കിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ദേഷ്യം വരുന്നുണ്ട് പോലീസുകാരൻ ഇത് ഓരോന്ന് ചോദിക്കുമ്പോഴേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, വെറും ടൈം പാസ് മാത്രമായിരുന്നോ അതോ അവൾക്ക് നിന്നോട് ശരിക്കും പ്രേമമായിരുന്നു എന്ന് ചോദിക്കുമ്പം എന്നോട് പ്രേമമായിരുന്നു എന്ന് ഹരി പറയുന്നുണ്ട്. അന്നേരം അങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ വിളിക്കുന്നിടത്തെല്ലാം അവൾ നിൻ്റെ കൂടെ വരുമായിരുന്നു എന്ന് ചോദിക്കുമ്പം എന്നെ ഭയങ്കര ഇഷ്ടവും വിശ്വാസവുമായിരുന്നു അവൾക്ക് എന്ന് ആ പന്നം പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഈ പരിപാടി കാണിച്ചത്. ഏതായാലും ഇത്രയും ചോദ്യങ്ങൾ ഇവിടെ വെച്ച് ചോദിച്ചല്ലോ. ഇനി ഞാൻ ബാക്കി
ബാക്കി അകത്ത് വന്നിട്ട് ചോദിക്കാം, കയറി വാടാ എന്ന് പറയുവാണ്. അന്നേരം ഇവൻ്റെ ഈ ഓരോ വർത്താനം ഹരി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ അതിശയിച്ച് നോക്കുക കേട്ടോ രോഹിത്തിനോടൊക്കെ ഇവൻ പലപ്പോഴും പല കള്ളങ്ങളും പറഞ്ഞിട്ടില്ലേ. ഈ പെൺകുട്ടികളെ കൊണ്ട് അവൻ റിസോർട്ടിൽ പോയിട്ടുണ്ട്, അവിടെ അങ്ങ് മൂന്നാറിൽ റിസോർട്ടിൽ പോയിട്ടുണ്ട്, വാഗമണ്ണിൽ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ടായിരിക്കാം ഇതൊക്കെ കേട്ടിങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ ഹരിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് രോഹിത്ത്. പിന്നീട് ഇവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് തെളിവെടുപ്പിനായിട്ട്. അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് അത് കേട്ട് കഴിയുമ്പോൾ പോലീസുകാരന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്നെ അത്രത്തോളം വിശ്വസിച്ച ആ പെൺകുട്ടിയെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് നീ നിൻ്റെ കൂട്ടുകാർക്കൂടെ കൊടുത്തല്ലേടാ എന്ന് വെച്ച് കാരണം തീർത്തിൻ്റെ 2 കൊടുക്കുന്നുണ്ട്. നല്ല തല്ലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ രോഹിത്ത് അടുത്ത്. ഈ സമയം പുറത്ത് ആൾക്കാർ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഒരുത്തൻ മതിലി ആടി അതിൻ്റെ ഇടയ്ക്ക് കയറാൻ വരുന്നവനെ പോലീസുകാർ പിടിച്ച് പുറത്തു കൊണ്ട് വിടുന്നതും ഒക്കെയുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവരും എന്നറിഞ്ഞിട്ട് കോടതിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. നമ്മുടെ കൊച്ചച്ഛൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്, കൊച്ചച്ഛനും ശിവനും ഒക്കെ. അന്നേരം മനു പറയും, ഞാൻ വരികയില്ല, കോടതി വളപ്പിൽ ഒരു 10-500 പേര് കാണും, അതിൻ്റെ ഇടയ്ക്ക് പോയി പെട്ടിട്ടുണ്ടെങ്കിൽ ഉറുമ്പിനെ ഞെരിക്കുന്ന പോലെ അവർ ഞെരിക്കുമെന്ന് പറയുമ്പം നീ ഇവിടെ പേടിച്ചിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളുടെ കുടുംബത്തിലെ 2 പിള്ളേരാണ് ഇപ്പം അകത്ത് കിടക്കുന്നത്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് കൊച്ചച്ഛൻ ശിവനെയും കൂട്ടി കോടതിയിലേക്കും പോകുന്നുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ